ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഡിസൈന് വേണ്ടിയിട്ട് ഞാൻ തുണിയിലേക്ക് നമ്മുടെ ഡിസൈൻ പകർത്തി കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഡിസൈൻ പകർത്തി കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നില്ല. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഡിസൈന് വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ ഡിസൈന് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ സൈഡായിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടും വരയ്ക്കാം. പിന്നെ വേണമെങ്കിൽ സൈഡിലായിട്ടൊക്കെ വരച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ലീഫിന് വേണ്ടിയിട്ട് ഫിഷ്ബോൺ സ്റ്റിച്ചും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലല്ലെങ്കിൽ മറു സൈഡിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് കളേഴ്സ് ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ് വേണം. അത് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള നീഡിലാണ്. ഈ നീഡിലിൻ്റെ ഐ കുറച്ച് വലുതാവണം, എന്നാൽ മാത്രമേ നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് ഇതിൻ്റെ ഉള്ളിലൂടെ ഈസി ആയിട്ട് പോവുകയുള്ളൂ. അപ്പോൾ കുറച്ച് ഐയുടെ സൈസ് കുറച്ച് കൂടുതലുള്ള നീഡിൽ എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ഓരോ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ഈ വരച്ച ഒരു ഔട്ട്ലൈനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എപ്പോഴും വരച്ച ഔട്ട്ലൈനിൽ തന്നെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ നോക്കുക, എന്നാൽ മാത്രം നമുക്കൊരു വൃത്തിയുള്ളൊരു ഡിസൈൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതിൽ 6 സ്ട്രാൻഡ്സാണ് നൂലുള്ളത്. അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം കെട്ടിട്ട് കൊടുത്താൽ മതി. ഇനി അവിടെ നിന്ന് അങ്ങനെ ഓരോ സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ ഈ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തു നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി താഴെ ആ ഒരു ലൈനിൽ കൊണ്ടുപോയിട്ട് തുന്നി കൊടുക്കുക. ഇപ്പോൾ ആ മേൽഭാഗത്തുള്ള ആ നൂലില്ലേ, അത് ആ സൂചിയുടെ അടിയിലൂടെ വരുന്ന പോലെ ആയിരിക്കണം. ഈ നൂല് ആ സൂചിയുടെ അടിയിലൂടെ വരുന്ന പോലെ കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് ഇതേപോലെ തന്നെ. ഇനി ആ സൂചി കൊണ്ടുവന്നിട്ട് താഴത്തെ ലൈനിൽ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് മുകളിലൂടെ എടുക്കുമ്പോൾ ആ നൂല് വീണ്ടും അതിൻ്റെ അടിഭാഗത്തൂടെ കൊടുക്കണം. ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്താൽ തന്നെ നമ്മുടെ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആകും. ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറയുമ്പോൾ കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇത്തിരി സമയമെടുത്താലും നമുക്ക് നല്ല വൃത്തിയുള്ളൊരു ഡിസൈൻ കിട്ടും. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇതിൽ. അതങ്ങനെ തുടർന്ന് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസൊക്കെ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കുള്ള ആ സ്പേസിൽ ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്, ഗോൾഡൻ ബീഡ്സ്. അതിന് വേണ്ടിയിട്ട് നോർമൽ സൂയിങ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്.
നമ്മൾ നോർമലായിട്ട് തയ്ക്കുന്ന നൂല്. ഇതിൽ സാധാരണ നമ്മൾ വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ മുത്തുകൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിനങ്ങനെ പ്രത്യേകിച്ച് പാറ്റേൺസും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഓരോ ബീഡ്സും വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടും. ഇനി അടുത്തത് അതിൻ്റെ ലീഫ് തുന്നി കൊടുക്കണം. അതിന് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ഞാൻ യൂസ് ചെയ്തത്. സ്റ്റിച്ചുകൾ പല തരത്തിലുണ്ട്. ഞാൻ യൂസ് ചെയ്തത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. ഇനി ആ ലീഫ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിനു വേണ്ടിയിട്ട് ഗ്രീൻ കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതും 6 strands ഉണ്ട്. എപ്പോഴും നമ്മൾ ഒരു ലീഫിൻ്റെ സ്റ്റാർട്ടിങ് ആ ഒരു അഗ്രഭാഗത്തു നിന്ന്, ആ കൂർത്തു നിൽക്കുന്ന ഭാഗത്തു നിന്ന് തുടങ്ങണം, ഏറ്റവും ടോപ്പിൽ നിന്ന്. അപ്പോൾ ഇനി അതിൻ്റെ താഴെ ഒരു നേരെ താഴെയായിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് നീഡിൽ കൊടുക്കണം. ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ വരച്ച ലൈനിൽ തന്നെ നമുക്കൊന്ന് കുത്തിയെടുക്കാം. ഓക്കെ. ഇനി ആ നൂല് വീണ്ടും നമ്മളിപ്പോൾ നേരത്തെ കുത്തിയിട്ടുള്ളതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എടുക്കുക. ഇനി വീണ്ടും അതിൻ്റെ താഴെ കൊണ്ടുവന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കണം. പിന്നെ റൈറ്റ് സൈഡ്, പിന്നെ ലെഫ്റ്റ്, അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. ലീഫ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഈ ലീഫിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ പേര് ഫിഷ് ബോൺ സ്റ്റിച്ച് എന്നാണ്. ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് ബാക്കി എല്ലാ ലീവ്സും തുന്നി കൊടുക്കണം. സ്റ്റിച്ചുകളൊക്കെ ഈസിയാണ്, നമുക്ക് ഇരിക്കാനായിട്ട് കുറച്ച് ക്ഷമ വേണം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. അതിന് ചുറ്റിലുമായിട്ട് ഞാൻ ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചുകളൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇരിക്കാനായിട്ട് കുറച്ച് ടൈമും അതേപോലെ ക്ഷമയും വേണം. എന്നാൽ നമുക്ക് നല്ലൊരു ഡിസൈൻ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുർത്തയുടെയും ചുരിദാറിൻ്റെയും ഒക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ സാരിക്കും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് തയ്യൽ അറിഞ്ഞിരിക്കണം നിർബന്ധമൊന്നുമില്ല. അത് രണ്ടും രണ്ട് ഫീൽഡാണ്. അപ്പോൾ ഈ ഒരു
ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.